ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസിദാസന്മാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് വചനമെന്നും ആരാണ് വചനമെന്നും ഉള്ള ദൈവവചന ചിന്തകളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവവചനം തീയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം, എൻ്റെ വചനം തീ പോലെ അല്ലയോ. നോക്കണം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാക്യം നമ്മൾ ചിന്തിച്ചു. ചുറ്റിക എന്ന വാക്യം, നമ്മൾ പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന ഭാഗം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം തീയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത്ര ശക്തിയുള്ളതാണ്. വചനം കയ്യിലിരുന്നത് കൊണ്ട് നടക്കില്ല, വചനം വായിച്ചത് കൊണ്ട് നടക്കില്ല, വചനം പ്രസംഗിച്ചത് കൊണ്ട് തീയാകത്തില്ല, വചനം കാണാതെ പഠിച്ചത് കൊണ്ട് തീയാകത്തില്ല. ആ വചനം ഞാൻ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, ഞാൻ വായിച്ച, ഞാൻ പഠിച്ച, ഞാൻ ഗ്രഹിച്ച, ഞാൻ അനുസരിച്ച ദൈവത്തിൻ്റെ വചനം എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഒരു തീയായി ആളിപ്പടരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ദൈവവചനത്തിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ തീയുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി, വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ തിരുവചനം സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വചനത്തെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഈ ദൈവവചനത്തിന്റെ വിടുതൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. നോക്കുക, ദൈവവചനത്തെ കുറിച്ച് അതിൻ്റെ മൂലഭാഷയിൽ തീ, ദൈവവചനം തീയാണ്. ആ തീക്ക് ഈ മൂലഭാഷ കൊടുക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അശുദ്ധിയെ ദഹിപ്പിച്ച് കളയുവാൻ തീക്ക് ശക്തിയുണ്ട്. രണ്ട്, തണുപ്പ് നീക്കുവാൻ ഈ തീക്ക് ശക്തിയുണ്ട്. മൂന്ന്, വെളിച്ചം നൽകുവാൻ തീക്ക് ശക്തിയുണ്ട്. നാല്, ശക്തി കുറഞ്ഞതിനെ ഉണർത്താൻ അല്ലെങ്കിൽ ശക്തീകരിക്കുവാൻ ഈ തീക്ക് ശക്തിയുണ്ട്. ഇവിടെ നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അശുദ്ധിയെ ദഹിപ്പിക്കുന്നതാണ് തീ. തണുപ്പ് നീക്കുന്നതാണ് തീ. 3, വെളിച്ചം നൽകുന്നതാണ് തീ. അശക്തമായിരിക്കുന്ന, ശക്തിയില്ലാതിരിക്കുന്നതിന് ശക്തി പകരുന്നതാണ് തീ. ഓക്കെ, ഇതാണ് തീയുടെ അർത്ഥം ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം മറക്കരുത്, ദൈവവചനം ഒരു തീയാണ്. ആദ്യത്തെ വിഷയം തന്നെ ഞാൻ എടുക്കുന്നു. അശുദ്ധിയെ ദഹിപ്പിക്കുന്നതാണ് ദൈവവചനമാകുന്ന തീ. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ പാപമുണ്ട്. അത് സ്നാനപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടാലും നമ്മൾ എത്ര ആരാധിക്കുന്നവരായിരുന്നാലും ജീവിതത്തിൽ മറഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന ഒത്തിരി പാപങ്ങളുണ്ട്. എല്ലാവരുടെ ജീവിതത്തിനകത്ത് പാപങ്ങളുണ്ട്. ഈ പാപം ഒരു പക്ഷേ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടെന്ന് വരില്ല. ഈ പാപം ശരിക്കും പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഇത് ദഹിച്ചു പോകുന്നത്, ദൈവവചനമാകുന്ന തീ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശരിക്കും പ്രയോജനപ്പെട്ടു വരുമ്പോൾ, ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞും പതുങ്ങി ചെറുതും വലുതുമായി കിടക്കുന്ന പാപങ്ങൾ പുറത്തു പോകുവാനിടയാകും. ഞാനതിന് ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വർണ്ണപ്പണിക്കാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ, ഈ സ്വർണ്ണപ്പണിക്കാർ നല്ല മനോഹരമായിരിക്കുന്ന ഈ സ്വർണ്ണാഭരണത്തെ തീയിലേക്കിടുന്നു, വീണ്ടും ചാരവെള്ളത്തിലേക്കിടുന്നു, വീണ്ടും തീയിലേക്കിടുന്നു, വീണ്ടും ചാരവെള്ളത്തിലേക്കിടുന്നു. ഇത് ഒത്തിരി സമയം ഇങ്ങനെ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളങ്ങുന്ന സ്വർണമാണ്.
ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഒറ്റ നോട്ടത്തിൽ അത് നോക്കുന്നവർക്ക് ഇതും സ്വർണമാണ്, ഇത് തിളങ്ങുന്ന സ്വർണമാണ്, ഇത് മനോഹരമായ സ്വർണമാണ്. പക്ഷേ തട്ടാനറിയാം, അല്ലെങ്കിൽ സ്വർണപ്പണിക്കാരനറിയാം ഇതിനകത്ത് കീടമുണ്ട്. അതിന്റെ രണ്ട് പ്രത്യേകതകളാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഈ സ്വർണമാണെങ്കിലും ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണപ്പണിക്കാരന്റെ മുഖം ഈ സ്വർണത്തിലേക്ക് പതിഞ്ഞു വരുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുഖം ആ സ്വർണത്തിൽ പ്രതിഫലിച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്വർണപ്പണിക്കാരൻ തീയിലേക്കിടുന്നു, ചാരവെള്ളത്തിലേക്കിടുന്നു, തീയിലേക്കിടുന്നു, ചാരവെള്ളത്തിലേക്കിടുന്നു. രാവിലെ തുടങ്ങുന്ന പ്രക്രിയ ഒത്തിരി മണിക്കൂറുകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഇതിന്റെ വെയിറ്റ്, അല്ലെങ്കിൽ ഈ സ്വർണമായിരിക്കുന്നതിന്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഈ തട്ടാനായിരിക്കുന്ന ഈ സ്വർണപ്പണിക്കാരന്റെ മുഖം തൻ്റെ കയ്യിലിരിക്കുന്ന തീയിലും വെള്ളത്തിലും ഇട്ട സ്വർണത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖം അതിലേക്ക് പതിയുവാനിടയാകും. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ദൈവവചനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, സ്നാനപ്പെട്ട് വന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട്, കൈയടിക്കുന്നത് കൊണ്ട് നമ്മുടെ ചില പാപങ്ങൾ മാറണമെന്നില്ല. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, മുറുകെ പറ്റുന്ന പാപം. ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ സ്വഭാവത്തിനകത്തുണ്ട്, നമ്മുടെ സംസാരത്തിനുണ്ട്, നമ്മുടെ നോട്ടത്തിലുണ്ട്, നമ്മുടെ ചിന്തകളിലും വിചാരങ്ങളിലും വികാരങ്ങളിലുമുണ്ട്. അത് എപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല, എപ്പോഴും പ്രതിഫലിച്ചു വരാറില്ല. അതിന് സാഹചര്യം കിട്ടുമ്പോൾ, അതിൻ്റെതായ സമയം വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഈ പാപം പുറത്തു വരുന്നു. ഈ പാപം ആരും കാണുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഞാൻ കാണുന്നില്ല, പ്രവാചകന്മാർ കാണുന്നില്ല. പക്ഷേ ഈ പാപം പുറത്തു പോകുന്നത് എപ്പോഴെന്നറിയണ്ടേ? വചനമാകുന്ന തീക്കകത്ത്, അല്ലെങ്കിൽ ഈ വചനമാകുന്ന തീ എന്നിലേക്ക് കത്താൻ തുടങ്ങുമ്പോൾ, എന്നിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഞാൻ പോലും അറിയാതെ ഈ സ്വർണത്തിൽ നിന്നും ഈ അതിനകത്ത് നിൽക്കുന്ന കീടങ്ങൾ മാറിപ്പോകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ നമ്മിൽ നിന്നും അകന്നു മാറുവാനിടയാകും. ഇങ്ങനെ അകന്നു മാറുമ്പോൾ നമ്മൾ അങ്ങ് താഴ്മയുള്ളവരായി തീരും, വിനയമുള്ളവരായി തീരും, സ്നേഹമുള്ളവരായി തീരും. എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുന്നു. സ്തോത്രം. ഇന്ന് അനേക ദൈവദാസന്മാരെ നമുക്ക് സുപരിചിതമാണ്, അനേക ആരാധിക്കുന്നവരെ സുപരിചിതമാണ്, അനേക കൃപാവരപ്രാപ്തന്മാരെ നമുക്കറിയാം. അവരൊക്കെ ഭയങ്കര ഹെഡ് വെയിറ്റുകളാണ്, ഭയങ്കര അഹങ്കാരികളാണ്, ഭയങ്കര ധാർഷ്ട്യക്കാരാ, ഭയങ്കര എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് എന്നൊരു മനോഭാവമാണ്. പക്ഷെ കൃപകൾ കാണുമായിരിക്കാം, അവർ വലിയ ശുശ്രൂഷകരായിരിക്കാം. പക്ഷെ എന്തില്ല, അതിനകത്തുള്ള കീടം, അഹങ്കാരം എന്ന കീടം, അഹംഭാവം എന്ന കീടം, ഞാനെന്ന ഭാവം, മനസ്സിലായില്ലേ? ധാർഷ്ട്യം, ഇതെല്ലാം അവരുടെ ജഡത്തിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അത് മാറണമെങ്കിൽ ദൈവവചനത്തിന്റെ തീ നമ്മിൽ കത്താൻ തുടങ്ങണം. ദൈവവചനത്തിന്റെ തീ കത്താൻ തുടങ്ങിയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ശരിക്കും താഴ്മയുള്ളവനും എളിമയുള്ളവനും ഹല്ലേലൂയ സ്നേഹമുള്ളവനുമായി തീരുന്നത് അങ്ങനെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസ് അപ്പച്ചനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നവനാ. ജീസസിന്റെ കൂടെ ചേർന്ന് നടന്ന പീറ്റർ അപ്പച്ചൻ എന്ന് പറയുന്നത് ആ 3.5 വർഷക്കാലം ശുശ്രൂഷകളൊക്കെ യേശുപ്പച്ചന്റെ കൂടെ ചേർന്ന് ചെയ്ത ആളാ. പക്ഷേ പിന്നത്തേതിൽ ഒരു പ്രതിസന്ധി യേശുപ്പച്ചന് വന്നപ്പോൾ തൻ്റെ കയ്യിലിരുന്ന വാളെടുത്ത്
പെട്ടെന്ന് വെട്ടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭയങ്കര ശുശ്രൂഷകന്മാരാണ്, ഭയങ്കര കൃപാവരപ്രാപ്തന്മാരാണ്. നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കോപം വന്നു കയറുന്നു, പെട്ടെന്ന് നമ്മുടെ അഹങ്കാരം കയറി വരുന്നു. ഇത് എവിടെയുള്ളതാണ്? അതാണ് ഞാൻ പറഞ്ഞത്. സ്വർണ്ണപ്പണിക്കാരനോട് ചോദിച്ചാൽ സ്വർണ്ണപ്പണിക്കാരൻ പറയും, ഹല്ലേലൂയ ഉപദേശി, നിങ്ങൾ അറിയാതെ ഇതിനകത്ത് കീടമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇത് സ്വർണമാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, പക്ഷേ എനിക്കതറിയാം, കാരണം ഇത് ഭയങ്കര വെയിറ്റാ. ഈ വെയിറ്റിന് കാരണം എന്തെന്നറിയണ്ടേ? ഇത് ഒറിജിനൽ സ്വർണമല്ല, ഇതിനകത്ത് ഒത്തിരി കീടങ്ങളുണ്ട്. ഈ കീടം മാറിയാലേ തട്ടാല് നല്ല ഉരുപ്പടിയായി ഇത് തീരുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വർഷങ്ങൾ കൊണ്ട് നാം ദൈവവചനം വായിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം തീയായി നമ്മൾ കത്തിച്ചാൽ നമ്മുടെ സ്വഭാവങ്ങൾക്കൊക്കെയും ഒത്തിരി മാറ്റങ്ങൾ വരും. നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നത്, നമ്മുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്, നമ്മുടെ ദൈവദാസന്മാരോട് സംസാരിക്കുന്നത്, നമ്മുടെ സമൂഹത്തോട് ഇടപെടേണ്ട രീതി, ഇതൊക്കെ മാറ്റം വരുത്തുന്നത് ദൈവവചനത്തിന്റെ തീ നമ്മിൽ കത്തണം. ദൈവവചനത്തിന്റെ തീ നമ്മൾ കത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ അശുദ്ധികളെല്ലാം നമ്മിൽ നിന്നും താനെ പോകുവാനിടയാകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, എത്രയോ വചനങ്ങളാണ് നമ്മളെ അനുദിനം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ സ്വഭാവങ്ങൾക്ക് ഒത്തിരി മാറ്റം വരുത്തിയത് നാം കേട്ട് നമ്മൾ അനുസരിക്കാൻ തുടങ്ങിയ ദൈവത്തിന്റെ വചനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം അശുദ്ധിയെ കത്തിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ വചനമാണ്. ആമേൻ പറഞ്ഞൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ രണ്ട് ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിന്റെ വചനം ഒന്ന് ഞാൻ പറഞ്ഞു അശുദ്ധിയെ മാറ്റുന്നതാണ്, എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുന്നതാണ്. രണ്ട്, തട്ടാന്റെ മുഖം ഈ ആഭരണത്തിൽ പ്രതിഫലിച്ച് കാണണം. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എൻ്റെ ക്രിസ്തുവിന്റെ പ്രതിരൂപം ആയി ഞാൻ മാറണം. എൻ്റെ വാക്കുകളിൽ ക്രിസ്തുവിന്റെ സംസാരം ഉണ്ടാകണം. എൻ്റെ പ്രവൃത്തികളിൽ യേശുവിന്റെ പ്രതിരൂപമായി ഞാൻ മാറണം. ഞാൻ സമൂഹത്തിൽ ഞാൻ ഒരു യേശുവായി മാറണം. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ടിബറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താൻ ഒരു ചെറിയൊരു ഭവനത്തിൽ അന്ന് വൈകിയ സമയം കിടക്കുവാനിടയായി. ഒരു സംഭവം ഞാൻ കേട്ടതാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ ഒരു കുഞ്ഞിന്റെ അടുക്കലാണ് ആ രാത്രി കിടന്നത്. മാതാപിതാക്കൾ മറ്റൊരു റൂമുകളിൽ, ഈ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത്, ആ റൂമിനകത്ത് ഈ മനുഷ്യൻ കിടന്നു. രാവിലെ എഴുന്നേറ്റ് അപ്പനോടും അമ്മയോടും ആ കുഞ്ഞ് ചോദിക്കുന്നു, എൻ്റെ അടുക്കൽ വന്ന ദൈവം എവിടെ പോയി? എൻ്റെ അടുക്കൽ ഇന്നലെ വന്ന് കിടന്ന ദൈവം എവിടെ പോയി? അപ്പോൾ അവർക്കൊരു സന്ദേഹമാണ്, ദൈവമാണ്. അതെ, ദൈവം. കാരണം ആ കുഞ്ഞ് ആ മനുഷ്യനെ കണ്ടത് ഒരു ദൈവത്തിന്റെ രൂപമായിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, ആ കുഞ്ഞിനോട് ഒരു ദൈവം എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ കുഞ്ഞിന് മനസ്സിലാക്കാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സഭക്കാർ, നമ്മുടെ സ്നേഹിതർ നമ്മെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതാണ് ആദ്യമേ പറയുന്നത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് തീയാണ്. നമ്മളിലുള്ള സകല മലിനതകളും ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം ഞാൻ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ പോലും അറിയാതെ എൻ്റെ അകത്ത് കിടക്കുന്ന രഹസ്യവും പരസ്യവുമായ പാപങ്ങളെല്ലാം പോകുമ്പോൾ, മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ഒരു പ്രതിപുരുഷനായി മാറുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രൂപമായി ഞാൻ മാറുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി വിശുദ്ധന്മാർ ഇന്നും ഈ മണ്ണിലുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ മണ്ണിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി തീരണം, ക്രിസ്തുവിന്റെ ഒരു രൂപമായി മാറണം. ക്രിസ്തുവിന്റെ ഒരു രൂപമായി മാറണമെങ്കിൽ എന്നിലുള്ള
പഴയ പാപത്തിന്റെ സകല കഠിനതകളും, സകല അഹങ്കാരങ്ങളും, സകല കോപങ്ങളും, സകല ശാഠ്യങ്ങളും, സകല അഹന്തയും ഇതെല്ലാം മാറണം. ഇത് മാറാൻ വേണ്ടി ഉപവസിച്ചത് കൊണ്ട് നടക്കത്തില്ല, ഒരു പ്രവചനം കേട്ടത് കൊണ്ട് നടക്കത്തില്ല, ഒരു ഉണർവ് വ്യാപരിച്ചുകൊണ്ട് നടക്കില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മിൽ കുടിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ നമ്മിൽ നിന്ന് മാറുവാനിടയാകും. ഞാൻ ക്രിസ്തുവിന്റെ ഒരു പ്രതിപുരുഷനായി തീരും. ആമേൻ, ഹല്ലേലൂയ. അവിടെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അവിടെയാണ് ദൈവികമാകുന്ന മഹത്വം വെളിപ്പെടുന്നത്. ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ മനുഷ്യന് മനസ്സിലാവും, ഇവൻ ഒരു ദൈവപുരുഷനാണ്. യേശുക്രിസ്തു പലയിടങ്ങളിൽ സംസാരിച്ചു, പല സ്ത്രീകളുടെ അടുക്കൽ പോയി. നിങ്ങൾക്കറിയാം, ആ ക്രൂശിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പടയാളി പറഞ്ഞു. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, ആ യേശുവിനെ അടുക്കൽ ഒത്തിരി തല്ലുകൊടുത്ത് ക്രൂശിച്ച മനുഷ്യൻ, അതിലൊരു മനുഷ്യൻ, ഒരു കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യൻ എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത്, ബൈബിളിലൊന്നുമില്ല, ചരിത്രം പറയുന്നു. അവൻ പറഞ്ഞൊരു വാക്ക്, ഇവൻ ഒരു നീതിമാൻ. ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കാണ്, ഇവൻ ഒരു നീതിമാൻ. യേശു ആ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ആ ക്രൂശിൽ കിടക്കുമ്പോഴും ദൈവികത്വം ഒരിക്കലും നഷ്ടപ്പെടാതെ താൻ കാത്തു സൂക്ഷിക്കാനിടയാണ്. പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസന്മാരെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് 100 പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, കണ്ണുനീരിന്റെ അവസ്ഥകൾ വരും. അന്ന് ദൈവവചനത്തിന്റെ തീ നിങ്ങളുടെ അകത്ത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ദൈവികത്വം നിങ്ങളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകത്തില്ല. ഫസ്റ്റ് വിശുദ്ധിയെ, അല്ലെങ്കിൽ ജീവിത വിശുദ്ധി നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഒരു തീയാണ് ദൈവത്തിന്റെ വചനം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ഈ പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ഈ അധ്യായം എഴുതുമ്പോൾ ദൈവവചനത്തെ കുറിച്ച് പറയാനുള്ള കാര്യം, തീ എന്ന് പറയാനുള്ള കാര്യം, അന്ന് അവിടെ വസിച്ചിരുന്ന പ്രവാചകന്മാർ കള്ളപ്രവാചനം നടത്തി ജനത്തെ സുഖിപ്പിക്കത്തക്കവണ്ണം, ജനത്തെ ദൈവത്തിൽ നിന്നും അകന്നു പോയ ദൈവജനത്തെ അതും ഇതും പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ്. നിനക്കത് കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടും, നമ്മുടെ രാജ്യം അനുഗ്രഹം പ്രാപിക്കും, നമ്മുടെ നാട് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോഴാ യിരെമ്യാ പറയുന്നത്, നിങ്ങൾ ഫോഷ്കാണ് പറയുന്നത്, ജനത്തെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥമായ ദൈവവചനം തീയായി ചുറ്റികയായി ഒരു മകന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവന്റെ അശുദ്ധി മാറുമെന്ന് പ്രവാചകരിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. ഇന്നും അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? നമ്മൊന്ന് ചിന്തിച്ചു നോക്കണം. എവിടെ പോയാലും അനുഗ്രഹങ്ങളും വിടുതലുകളും വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഏത് പാപം ചെയ്തു വന്നവനോടും അവനോടും പറയുന്നത് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്, നിന്നെ മാനിക്കാൻ പോകുന്നെന്നാണ്, നിന്നെ ഇത്ര മാസത്തിനകത്ത് വെച്ച് നിന്നെ ഉയർത്തുമെന്നാണ്. നോക്കണം പ്രിയമുള്ളവരെ, ഞാൻ പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന എനിക്ക് ഈ ദൂത് കേൾക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ, ജഡത്തിനെന്തൊരു ആഹ്ലാദമല്ലേ. അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് പാപപ്പെട്ട ആത്മാക്കളെയാണ് നിത്യ നരകത്തിലേക്ക് ഓരോ വ്യക്തികളും തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല പ്രിയമുള്ളവരെ, അവർക്ക് കൊടുക്കേണ്ടത് ദൈവവചനമാകുന്ന തീ അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് ആളിക്കത്തിക്കുമ്പോൾ അവർ അറിയാതെ നിലവിളിക്കും, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് തുടർന്ന് വായിക്കണം. 5 അധ്യായം വരെയും മറ്റുള്ളവരുടെ പാപം മാത്രം പറഞ്ഞ് 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 നടന്നൊരു പ്രവാചകൻ. 6-ാമത്തെ അധ്യായത്തിൽ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ ഉസിയാവെന്ന് പറയുന്നത് ഒരു നല്ലൊരു രാജാവായിരുന്നു. ഒരു കൊച്ചു നാളിൽ രാജഭരണം ഏറ്റെടുത്തു. പുള്ളി രാജഭരണം ഏറ്റെടുത്തു.
കുറച്ചു നാൾ കഴിഞ്ഞു. അവൻ സർവത്തിനും അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ നാശത്തിന് വേണ്ടി അവന്റെ ഹൃദയം നിഗളിക്കാൻ തുടങ്ങി. ഹൃദയം നിഗളിച്ചവൻ മരിച്ചപ്പോൾ ആണ് യഥാർത്ഥത്തിൽ ആരെന്നും ദൈവത്തിന്റെ ആരാധന എന്നെന്നും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ എങ്ങനെ നിൽക്കണമെന്നും ഒക്കെയും യെശയ്യാവ് മനസ്സിലാക്കിയത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു പ്രവചനം പറഞ്ഞതുകൊണ്ട് ശുദ്ധനെന്ന് ചിന്തിക്കരുത്. ഒരു അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ശുദ്ധനെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന പാപങ്ങൾ അതിന്റെ കെട്ടഴിയണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ തീ അകത്തിറങ്ങണം. 6-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ നിങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. യെശയ്യാവ് അലറി വിളിക്കുന്നു, അയ്യോ ഞാൻ നശിച്ചു. കണ്ടോ ആ വിളി കണ്ടോ? അതുവരെയും 1-ഉം 2-ഉം അധ്യായത്തിലൊക്കെ പറയുന്നു നിങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞവൻ ഇവിടെ പറയുന്നു ദൈവവചനത്തിന്റെ തീ അദ്ദേഹത്തിന്റെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അശുദ്ധൻ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആന്റി, അങ്കിളെ, ദൈവദാസിയെ, ദൈവത്തിന്റെ വചനത്തിന്റെ തീ നിങ്ങളുടെ അകത്തിറങ്ങണം. സഭകളോട് ഞാൻ പറയുന്നു, സഭകൾക്കകത്ത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തിന്റെ തീ സഭയ്ക്കകത്ത് കത്തണം. സഭകൾക്കകത്ത് ദൈവിക തീ ഇറങ്ങാത്തതിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന ആരാധനകൾ ഏകദേശം 90% ഇസ്രായേൽ മക്കളുടെ കാളക്കുട്ടിയെ നിർത്തിയിട്ട് ജനം നൃത്തം ചെയ്യുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ജഡീക സംതൃപ്തിക്ക് വേണ്ടി, ജഡീക സുഖങ്ങൾക്ക് വേണ്ടി, ജഡീക അഭിലാഷങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി സഭകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലമുറ നിത്യ നരകത്തിലേക്ക് സാത്താൻ ഇതാ ചങ്ങലയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ദൈവപുരുഷന്മാരെ, ദൈവദാസിമാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, യൗവന തലമുറകളെ, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ കത്തി തുടങ്ങട്ടെ. ദൈവത്തിന്റെ വചനം കത്തിയാൽ അശുദ്ധികൾ ദൈവസഭകളെ വിട്ട് നമ്മുടെ ശുശ്രൂഷകളുടെ ഇടയിൽ അശുദ്ധികൾ കെട്ടഴിഞ്ഞു പോകുവാനിടയാകും. നിങ്ങൾ ഈ വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, അശുദ്ധിയെ ദഹിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ തീ. 2, തണുപ്പ് മാറ്റുന്നതാണ് ഈ തീ എന്ന് പറയുന്നത്. നമുക്കറിയാം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തണുത്ത പരുവത്തിലേക്ക് ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറും ഞായറാഴ്ച 1.5-2.5 മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്ത് തിരക്കിനിടയിലും വന്നിരുന്ന് തല കാണിക്കുന്ന ഒരു കൂട്ടം മക്കളായി മാറി. എന്നെ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് പിശാച് സമയം തരില്ല. പക്ഷേ ആരാധനയ്ക്ക് വേണ്ടി നാം സമയം കണ്ടെത്തി ഓടിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആരാധന എന്ന് കേൾക്കുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ തണുത്ത പരുവത്തിലാക്കിയിരിക്കുക. ആത്മീയ ലോകം മുഴുവനും തണുത്ത പരുവത്തിലാണ്. ദൈവവചനത്തിന്റെ തീ കത്തിക്കാൻ ഇന്ന് ദൈവദാസന്മാർ തയ്യാറാകുന്നില്ല. എല്ലാവർക്കും എല്ലാം ഒരു സാവധാനമട്ട. കാരണം ജഡത്തെ ഒന്ന് ഉറക്കുക, ജഡത്തെ ഒന്ന് ഇക്കിളിപ്പെടുത്തുക, ജഡത്തെ ഒന്ന് സന്തോഷിപ്പിക്കുക. എത്ര കാലം ആത്മലോകം ഇങ്ങനെ പോകും? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ല. ദൈവവചനം പഠിപ്പിച്ച ആത്മീയ ഗുരുക്കന്മാർ അങ്ങനെയല്ല. അവർ ഏത് പാപവും വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ അവന്റെ ഉള്ളിനകത്തുള്ള പിശാച് കൊണ്ടിട്ടിരിക്കുന്ന ആത്മീയ തണുപ്പ് മാറി ആത്മീയമായി ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, നീ ഒന്നുകിൽ ശീതവാനാകണം അല്ലെങ്കിൽ ഉഷ്ണവാനാകണം. ശീതോഷ്ണവാനാകിയാൽ ഞാൻ എന്റെ വായിൽ നിന്നും നിന്നെ ഉമിഴ്ന്നു കളയും. നോക്കണം പറയുമ്പോൾ 2 ഘട്ട പരുവത്തിൽ ഇന്ന് ആത്മീയ രോഗങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് സഭകള് പ്രസ്ഥാനങ്ങളും വില കൽപ്പിക്കാതെ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ സഭ ഇരുട്ടിൽ മാത്രമല്ല തണുത്ത പരുവത്തിൽ പോകുകയാണ്.
ആർക്ക് വേണമെങ്കിലും പള്ളിയിൽ വരാം, ആർക്ക് വേണമെങ്കിലും ശുശ്രൂഷിക്കാം, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. 6 ദിവസം ഏത് പച്ചമ്ലേച്ഛ ചെയ്താലും കുഴപ്പമില്ല. 7ാമത്തെ ദിവസം നീ ചർച്ചിൽ വന്നാൽ മതി. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സഭകളും ആത്മീയ ലോകവും പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഏത് പാപം ചെയ്താലും ഒരു കുഴപ്പമില്ല. ഏത് പാപം ചെയ്തവന്റെയും ദശാംശം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർ പറയുന്നു, ഇത് നമ്മുടെ തലമുറയ്ക്ക് ശാപമാണ്. പാപം ചെയ്തവന്റെ ദശാംശം ദൈവത്തിന് ആവശ്യമില്ല. 50-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, എന്റെ വചനത്തെ നീ പുറംകാലുകൊണ്ട് എറിഞ്ഞത് കൊണ്ട്, എന്റെ വചനത്തെ നീ പുറംകാൽ നിന്റെ പുറകിലെറിഞ്ഞ്, നീ കള്ളനെ കണ്ടാൽ കൂട്ടുനിൽക്കുന്നു, വ്യഭിചാരിയോട് നീ പങ്കുചേരുന്നു. നോക്കണം, ആവശ്യമില്ലാത്ത എല്ലാ കുടുക്കുകളിലും ചെന്ന് വീണിട്ട്, എന്ന് വെച്ചാൽ ദൈവവചനത്തെ പുറകിലെറിഞ്ഞിട്ട് എന്റെ മുമ്പിൽ യാഗമർപ്പിച്ചാൽ ത്യാഗം അനുഭവിക്കുന്ന ഒരു ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനം, നിന്റെ കാളയോ ആടുകളോ എനിക്ക് വേണ്ട, എനിക്കത് ആവശ്യമില്ല. എനിക്ക് കാട്ടിൽ എനിക്ക് മൃഗങ്ങളുണ്ട്, എനിക്ക് പക്ഷികൾ ഒത്തിരിയുണ്ട് എന്നതിന്റെ അർത്ഥം നിന്നോട് ഞാൻ വിശന്നാ ചോദിക്കത്തില്ല. ആരെ? വിശുദ്ധിയില്ലാത്തവന്റെ ഒരു സ്തോത്രം ദൈവത്തിന് ആവശ്യമില്ല. വിശുദ്ധിയില്ലാത്തവന്റെ, ക്രമീകരണമില്ലാത്തവന്റെ, വചനത്താലുള്ള ശുദ്ധീകരണമില്ലാത്തവന്റെ ഒരു പൈസയും കർത്താവിന് വേണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ദൈവദാസന്മാർക്ക് വേണം. കൊലപാതകം ചെയ്താലും അതിനും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. സ്തോത്രം. ഏത് പച്ച മ്ലേച്ഛ ചെയ്താലും അതിന് കൂട്ടുനിൽക്കുന്ന ദൈവപുരുഷന്മാരുണ്ട്. അവൻ നാളത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാക്കി ആ വ്യക്തിയെ നിയമിക്കും. എന്തുകൊണ്ട് ദൈവസഭ തണുത്തുപോയി? ദൈവവചനം സഭകളില്ല, നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ല കേട്ടോ. അതും കൂടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ഇത് കേട്ടുകൊള്ളുക. നമ്മുടെ പിതാക്കന്മാരെ ഒരുത്തന്റെ സഭയ്ക്കകത്ത് കയറി വരുമ്പോൾ അവൻ ആത്മാവിൽ വിവേചിക്കാൻ തുടങ്ങും, ദൈവവചനം വെളിപ്പെടാൻ തുടങ്ങും. അവന് വേണ്ടുന്നതായ ദൂത്, അവന് വേണ്ടുന്നതായ ദൈവത്തിന്റെ വചനം അന്നത്തെ ആലയത്തിനകത്തുണ്ടാവും. അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് കരഞ്ഞുകൊണ്ട് പോകുകയുള്ളൂ. അവൻ മാനസാന്തരപ്പെട്ടേ പോകുകയുള്ളൂ. അവൻ പാപബോധം വരുത്തിയേ പോകുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം സഭയ്ക്കകത്ത് തീയായി ആളിക്കത്തി. ഇന്നോ ഒന്ന് ആലോചിച്ചു നോക്കണം. ഏത് സഭയിൽ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നു, പാപബോധത്തെ കുറിച്ച് പറയുന്നു, ജനത്തിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നു. ഇന്നെല്ലായിടത്തും അഭിഷേകവും, എല്ലായിടത്തും ഉണർവും, എല്ലായിടത്തും വിടുതലും, രോഗശാന്തികളും മാത്രമാണ്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഒരു ആത്മീയ സഭയിൽ ഇതെല്ലാം വേണം. പക്ഷെ നടക്കേണ്ടത് നമ്മുടെ തണുപ്പ് മാറ്റിയിട്ടായിരിക്കണം നടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് തീ. ജീവിതത്തിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്ന ഹൃദയമാണ്. ഹൃദയം ദൈവം കാണുന്ന ദൈവമാണ്. ഹൃദയം എല്ലാറ്റേക്കാൾ കാപട്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന്റെ അശുദ്ധിയെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ഇനി 2-3 വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം നോക്കണം. അവന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ അഗ്നി പോലെയും എൻ്റെ അസ്ഥികളിൽ അടച്ചിരിക്കുന്ന തീ പോലെയും ഇരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം എവിടെ ഇറങ്ങേണ്ടത്? ഹൃദയത്തിൽ അഗ്നി പോലെ കത്തണം. അതെന്ത് ചെയ്യണം? അസ്ഥികളിൽ അടച്ച തീ പോലെ ഇരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ദൈവവചനം ഉള്ളിൽ കത്തുന്ന ഒരു ആത്മീയ തീയായി അനുഭവിച്ച് അത് അടക്കി വെക്കാൻ കഴിയാത്ത ദൈവിക ഉണർവായി തീരും. ഇതാണ് ഉണർവ്. ദൈവവചനം ഹൃദയത്തിനകത്ത് കത്തിയാൽ അത് അടയ്ക്കപ്പെടാൻ പറ്റില്ല. അതാണ് ഉണർവായി വരേണ്ടത്.
നമ്മൾ ഉണർവുണ്ടാക്കുന്നവരല്ല, നമ്മിലൊരു ഉണർവുണ്ടാകണം. സഭയെ ഉണർത്തുകയല്ല, ഞാൻ ഉണരപ്പെടണം. ഉണർവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവവചനത്തിന്റെ അഗ്നി കത്തണം, വചനം കത്തണം. നോക്കണം, ഇനി ലൂക്കോസ് വിശേഷം 24:32 വായിക്കണം. അവൻ വഴിയിൽ നമ്മോട് സംസാരിക്കുമ്പോഴും തിരുവെഴുത്തുകൾ വിശദീകരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം നമ്മിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ 2 ശിഷ്യന്മാരുമായിട്ട് യേശു പോവുകയാണ്. യേശു തിരുവെഴുത്ത് പറഞ്ഞു, ദൈവവചനം പറഞ്ഞപ്പോൾ യേശുവാണെന്ന് അറിയുന്നില്ല, പക്ഷെ ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദൈവവചനം നാം കേൾക്കുമ്പോൾ കൈയടിക്കുകയല്ല വേണ്ടത്, നമ്മൾ ഹൃദയം കത്തണം, ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളണം. ആ കുത്തുകൊള്ളുമ്പോഴാണ് എൻ്റെ പാപം, ഞാൻ പാപിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇന്നൊരു വചനം പറഞ്ഞാൽ കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ ആണ് ഹൃദയത്തിൽ പോണില്ല. പണ്ട് അങ്ങനെയല്ല, കയ്യടിയൊക്കെ ഉണ്ട് കേട്ടോ, പണ്ട് കയ്യടിയും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ദൈവവചനം ഹൃദയത്തിനകത്ത് ഇറങ്ങണം. ഇന്ന് പിശാചെല്ലാം കൂടെ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യടിച്ച് ബഹളം ഉണ്ടാക്കിയ കയ്യടിക്കും എന്ന് വെച്ചാൽ ആർക്കും കേൾക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊരു വ്യാപാരമാണ്, ഇതൊരു പൈശാചിക സ്പിരിറ്റാണ്. സ്തോത്രം. നമ്മുടെ സഭകളിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കൈയടിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണർവ് വരുമ്പോൾ വെച്ചോട്ടെ, അടിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ചുമ്മാതിട്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് കൂടെ നോക്കണം. ഒരു വചനം ഒരു ദൈവദാസൻ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈയടിച്ച് ബഹളം ഉണ്ടാക്കിയ ഒന്നും അകത്ത് കയറുന്നില്ല. ഇവിടെ നോക്കണം, വചനം എവിടെയാണ് കയറേണ്ടത്? വചനം ഹൃദയത്തിനകത്ത് കത്തണം. കർത്താവ് തിരുവെഴുത്തുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ 2 ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്ത് കത്തുകയാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, യേശു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും യേശു എന്ന് അറിയുന്നില്ല, പക്ഷെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ എത്ര പേരുടെ ഉള്ളിനകമാണ് കത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. പലപ്പോഴും കത്തുന്നില്ല, നമ്മൾ കേൾക്കുന്നു, കളയുന്നു. അങ്ങനെയല്ല. ഹൃദയത്തിനകത്ത് ദൈവവചനം കുത്തുകൊള്ളണം, ദൈവവചനം കത്തണം. ഒരു ആഴ്ച ഞായറാഴ്ച കേൾക്കുന്ന വചനം ആ ഒരാഴ്ച മുഴുവനും നിങ്ങൾ പോകുന്നിടത്ത് വരുന്നിടത്തൊക്കെ ഈ വചനം കത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനം തീയായി ഇത് കത്തണം. നിങ്ങൾ രാവിലെ വായിക്കുന്ന വചനം ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കണം. ഒരു ദൈവദാസൻ പ്രസംഗിച്ച ദൈവവചനം അത് ആളി കത്തിക്കൊണ്ടിരിക്കണം. ഇത് കത്തുമ്പോഴാണ് ഇത് അസ്ഥിക്കകത്ത് കൂടെ എന്ത് ചെയ്യുന്നത്? അത് വെളിപ്പെട്ട് വരുന്നത്, നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അതാണ് ഉണർവെന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ഹല്ലേലൂയ. ഇനി അടുത്ത് നോക്കണം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12:29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാവും. കേട്ടോ, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവവചനത്തിന്റെ ശക്തി നോക്ക്. ദൈവത്തിന്റെ വിശുദ്ധിയും ന്യായവിധിയും തീയുടെ രൂപത്തിൽ അവതരിക്കുകയാണ്. ദൈവവചനം ആ വിശുദ്ധിയിൽ പ്രകടമാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്ക് എത്രമാത്രം ദൈവവചനം ഇതൊരു തീയായി കത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവവചനം കേൾക്കുന്നു, വായിക്കുന്നു, പോകുന്നു. വചനം കത്തിക്കണം, തീ കത്തണം. ആ തീ ഒരിക്കലും അണയരുത്. കേൾക്കുന്ന വചനം ആ ഒരു തീയായി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെന്ന് പ്രാണികൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അന്ധകാര ശക്തികൾക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല. വചനം ഉള്ളിടത്ത് ഒരുത്തന് നിൽക്കാൻ പറ്റത്തില്ല. വചനം ഉള്ളിടത്ത് കള്ളപ്രവാചകൻ എഴുന്നേൽക്കയില്ല. വചനമുള്ളിടത്ത് ദുരാത്മാക്കൾക്ക് വരാൻ പറ്റില്ല. ദൈവവചനമുള്ള നിങ്ങളെ പറ്റിക്കാൻ ഒരു ദൈവദാസന്മാർക്കും പറ്റത്തില്ല. ക്രൈസ്തവോ ദൈവത്തിന്റെ വചനം. ഒത്തിരി പ്രവചനത്തിൽ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞ് ഒത്തിരി വിശ്വാസികളെയും സഭകളെയും വഞ്ചിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവവചനം ഉണ്ടെങ്കിൽ, ദൈവവചനം ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടുവന്നാൽ ഒരാൾ പ്രവചനം പറയുമ്പോൾ ആ വചനത്തിൽ കൂടെയുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കും. ഈ തലമുറയിൽ അത് വേണം.
ഈ തലമുറയിൽ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് വലിയൊരു പരാജയത്തിന് കാരണമായി തീരും. ഞാൻ എൻ്റെ വാക്ക് നിർത്തിക്കോട്ടെ. ഇന്ന് ഈ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത് കത്തണം. എന്നിട്ട് അസ്ഥിക്കകത്ത് അടയ്ക്കപ്പെട്ട ദൈവവചനം ഒരു തീയായി ഹൃദയത്തിൽ കത്തണം. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, നിങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിക്കും, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ നമുക്ക് ക്ലിയർ ആകാൻ പറ്റുന്നില്ല. പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഈ സ്വഭാവം മാറണം. എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന എടുത്തുചാട്ടം, എന്നാൽ അന്യഭാഷയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പറ്റുന്നില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ദൈവവചനത്തിന് അകത്തോട്ടിറങ്ങണം. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തീയായി കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. അതിനുവേണ്ടി ഹൃദയത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അതിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ് നിസ്സാരമായി കാണരുത്. ദൈവവചനത്തിൽ നിൽക്കുന്നവനെ ചേർക്കാനാണ് യേശു വരുന്നത്. ദൈവവചനമുള്ളവനെ മാത്രമേ നിത്യതയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഒരു മണവാട്ടിയെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവൾ തന്നെ തന്നെ അലങ്കരിക്കുകയും ഒരുങ്ങുകയും ചെയ്ത മണവാട്ടി തന്നെ തന്നെ ഒരുങ്ങണമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ബ്യൂട്ടി പാർലർ ഒന്നുമില്ല, ഇവിടെ പാസ്റ്റർമാരും ഒരുക്കാനില്ല. മണവാളനായ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി, ഈ ഭൂമിയിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന മണവാട്ടി തന്നെ തന്നെ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? ദൈവവചനത്തിനാൽ ഒരുക്കപ്പെടണം. ആ വചനത്തിന് ഒരുക്കപ്പെട്ടില്ല എങ്കിൽ കാഹളം ധരിക്കും, നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആകയാൽ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആന്റി, ഒരുക്കപ്പെടുന്ന ദൈവദാസനെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനം തീയായി കത്തിത്തുടങ്ങട്ടെ. അണയരുത്, വെറും കരിക്കട്ടയാകരുത്, നിങ്ങളൊരു തീക്കട്ടയാകണം. നിങ്ങൾ ആത്മീയത്തിൽ ജ്വലിക്കണം. ദൈവവചനം അകത്തുള്ളവൻ ജ്വലിക്കാൻ തുടങ്ങും, കത്താൻ തുടങ്ങും. അത് ചില ഏരികളെ കത്തിക്കുവാനിടയാകും, ചില പൈശാചിക കൂട്ടങ്ങളെ കത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. വചനമുള്ളവന്റെ അടുക്കൽ ഒരു ഇരുട്ടിന്റെ ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമുക്കിന്ന് അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവവചനത്തിൽ പണിയപ്പെടണം, ദൈവവചനത്തിൽ ഒരുക്കപ്പെടണം. ഇന്ന് കാണുന്ന എല്ലാം ആരാധനയായി കാണരുത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അല്ലാത്ത ആരാധനകൾ ഒന്നും ദൈവിക ആരാധനയല്ല, ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. അത് കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തമാടുന്ന ആരാധന മാത്രമാണ്. ആമേൻ. നമ്മുടെ സഭകളിൽ അങ്ങനെയാണെങ്കിൽ ദൈവവചനം ശരിക്കും ജനത്തെ പഠിപ്പിക്കണം. പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവർക്ക് വെറും വിടുതൽ, രോഗശാന്തി, ഭൂതശാന്തി എന്നല്ല പറയേണ്ടത്. ദൈവവചനം അവിടെ അകത്ത് കയറിയാൽ അവർക്ക് വിടുതൽ. ചിലപ്പോൾ നമ്മൾ ഈ വചനങ്ങളൊക്കെ പഠിപ്പിച്ചു വരുമ്പോൾ, വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരുടെ പാപങ്ങൾ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ അടുക്കുന്ന് പോയെന്ന് വരാം, നമ്മുടെ സഭ വിട്ടു പോയെന്ന് വരാം, നമ്മുടെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അതിലൊന്നും കാര്യമാക്കേണ്ട. കാരണം കാവൽക്കാരാ രാത്രി എന്തായി? എന്നെ ഈ ഭൂമിയിലെ ഒരു കാവൽക്കാരിയാക്കി വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന വ്യക്തിയായിരിക്കാം ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്യാൻ വരുന്ന ഒരു സഹോദരനായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷേ പറയേണ്ടത് ദൈവത്തിന്റെ വചനം. ആ വചനം ആ മനുഷ്യന് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ക്രിസ്തുവിനാൽ മാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പിന്നീട് ആ മനുഷ്യൻ നമ്മുടെ മുഖത്ത് നോക്കിയെന്ന് വരില്ല, നമ്മളെ പരിഹസിച്ചെന്ന് വരില്ല. അത് നമ്മുടെ വിഷയമല്ല. ഒരു കാവൽക്കാരന്റെ ഡ്യൂട്ടി നമ്മൾ വിളിച്ചു പറയേണ്ട, കള്ളൻ വരുന്നുണ്ട്, കാവൽക്കാര രാത്രി എന്താ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട നമ്മുടെ പ്രിയ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ ഒരു പക്ഷെ കേട്ടെന്ന് വരാം. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന 40 50 കുഞ്ഞുങ്ങൾ കണ്ടേക്കാം. അവരോട് സുവിശേഷം അറിയിക്കേണ്ട, സത്യവചനം പറയേണ്ട കടമ നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. ജോലികളിൽ ഏർപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരി, ചെറിയ ജോലിയാകട്ടെ വലിയ ജോലിയാകട്ടെ, ഓഫീസിലാകട്ടെ കൂലിവേലയാകട്ടെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾക്ക് സുവിശേഷം, സത്യവചനം പറഞ്ഞു കൊടുക്കേണ്ട, ആ തീ കത്തിക്കേണ്ട ഒരു കടമ നിങ്ങളുടെയും എന്റേതുമാണ്.
നിങ്ങൾ അതിനെ അവഗണിക്കരുത്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നിങ്ങൾ അയക്കുന്നത് അവിടെ ഒരു തീ കത്തിക്കാൻ വേണ്ടിയാ. ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നത് അവന്റെ ഉള്ളിൽ ദൈവവചനത്തിന്റെ തീ കത്തിക്കാൻ വേണ്ടിയാ. ഒരു സഭയിൽ നിങ്ങൾ അയക്കുന്നത് അതിനകത്ത് ദൈവത്തിന്റെ തീ കത്തിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഈ തീ കത്തിച്ചു നോക്കുക, അവിടെ ഇരുട്ടുകൾ മാറി പ്രകാശം വെളിപ്പെടുവാനിടയാകും. ചില അശുദ്ധികൾ മാറും, ചില വിശുദ്ധിയിലേക്ക് വരുവാനിടയാകും. അങ്ങനെ ദൈവരാജ്യം നമ്മിൽ കൂടെ പണിയാൻ തിരുവചനത്തിൽ കൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ കുത്തുടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഈ രാവിലെ അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ പകരണമേ. കർത്താവേ, ഒത്തിരി വേദനപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. നിത്യതയ്ക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങിയിട്ടും ജീവിതത്തിൽ മുമ്പിലോട്ട് കരകയറാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പപ്പ, ചില അശുദ്ധികൾ അവരുടെ ഹൃദയത്തിനകത്ത് പിടിച്ചു കുലുക്കുന്നു. ഞാൻ വിട്ടിട്ടും ഈ അശുദ്ധി എന്നെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. കർത്താവേ, ഈ വചനത്തിന്റെ തീ ഈ രാവിലെ അവരുടെ ജീവിതത്തിലെ അശുദ്ധിയെ കത്തിക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യങ്ങളുടെ ഇടയിൽ ഇറങ്ങട്ടെ. ഒരു പൊന്നു പോലെ പുറത്തു വരട്ടെ. കർത്താവേ, നാളുകൾ കൊണ്ട് അങ്ങേക്ക് പ്രയോജനപ്പെടണം, അങ്ങയുടെ രാജ്യത്ത് വിശുദ്ധിയോളം നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കർത്താവെ, മുമ്പിലോട്ട് പോകാൻ കഴിയാത്തവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ അപ്പ. ഇപ്പോൾ തന്നെ അവിടുത്തെ സാന്നിധ്യം അങ്ങ് ഇറക്കണം കർത്താവേ. ഹല്ലേലൂയ. വചനത്തിന്റെ തീ കത്തപ്പച്ച, വചനം ഗ്രഹിക്കുവാൻ ഇടവരുത്തത് കർത്താവേ. വചനം ഹൃദയത്തിനകത്ത് തീയായി കത്തി തുടങ്ങട്ടെ. അസ്ഥിക്കകത്ത് ഈ വചനം അടയ്ക്കപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ മഹനീയ മഹത്വം വെളിപ്പെടണം കർത്താവേ. കർത്താവേ, ചർച്ചിൽ പോകുന്നുവെങ്കിൽ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും പഴയ പാപം അവരെ വേട്ടയാടുന്നു. മനസ്സ് മടുക്കുന്നു, മനസ്സ് മടുത്തു പോകുന്നു. അപ്പാ, ഇപ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ട് വേദനപ്പെടുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ദൈവവചനം കയറി ചെല്ലണമേ. വീട്ടിനകത്ത് സഭയ്ക്കകത്തിരുന്ന് വചനം കേട്ട് തീരുമാനമെടുത്ത് വീട്ടിനകത്ത് വരുമ്പോൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടു പോകട്ടെ. അടിയന് തന്ന ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ആ വചനത്തിന്റെ തീ ആ വീട്ടിലേക്ക് കത്തിച്ചു വിടുകയാണ്, ആ വ്യക്തിയിലേക്ക് വലിച്ചെറിയുകയാണ്. കർത്താവെ, കുറുക്കന്മാരെ പിടിച്ച് ശിംശോൻ വാലോട് വാല് ചേർത്ത് കിട്ടി ഫിലിസ്ത്യരുടെ കർത്താവെ പറമ്പിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ തീ കർത്താവെ ഈ കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ അശുദ്ധികളെ മാറ്റുവാൻ ഇന്ന് രാവിലെ സ്വർഗം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഒരു അശ്വത്തിനെ ചേർക്കാനല്ല യേശു വരുന്നത്, ഒരു പള്ളിയിൽ പോകുന്നവനെ ചേർക്കാനല്ല യേശു വരുന്നത്, ദശാംശം കൊടുക്കുന്നവനെ ചേർക്കാനല്ല യേശു വരുന്നത്, പ്രവാചകന്മാരെയും അത്ഭുതം ചെയ്യുന്നവരെയും സഭാ നേതാക്കന്മാരെയും നേതൃത്വത്തിൽ നിൽക്കുന്നവരെയും കൊണ്ടുപോകാനല്ല യേശു. വിശുദ്ധ മണവാട്ടിയെ ചേർക്കാം. ഇന്ന് കേട്ട വചനത്തിൽ കൂടെ ആ തീ ഇറങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ഇടവരുത്തുമാറാകട്ടെ. ഈ വചന വെളിപ്പാട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചിലരും കൂടെ ആ നിത്യതയിലേക്ക് വരട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഇല്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കാണാൻ സ്വർഗം ഇടവരുത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.